എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മുടെ വാളയാറിൽ ഒരു പാവപ്പെട്ട അതിഥി തൊഴിലാളി റാം ഭയ്യ എന്ന ഒരു സഹോദരനെ കുറച്ച് പേർ ചേർന്ന് അടിച്ചു മർദ്ദിച്ചും ആൾക്കൂട്ട വിചാരണ നടത്തിയും കൊന്നു. 2 കുട്ടികളുണ്ട്. അവർക്ക് ജീവിക്കാൻ പ്രത്യേകിച്ച് മാർഗമൊന്നുമില്ല. മാത്രവുമല്ല അവർ കേരളത്തിൽ വന്നിട്ട് 4 ദിവസമേ ആയിട്ടുള്ളൂ. ഏതായാലും നമുക്കതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. തടഞ്ഞു നിർത്തുകയും മോഷ്ടാവാണെന്ന് ആരോപിച്ചുകൊണ്ട് ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു. മർദ്ദനത്തിനൊടുവിൽ രാംനാരായൺ കൊല്ലപ്പെടുകയാണ് ചെയ്തത്. എൻ്റെ സഹോദരന്മാരോട് പറയാനുള്ളത്, കേരളത്തിൽ വന്ന് തൊഴിലെടുക്കുന്ന പാവപ്പെട്ടവർ, അന്യസംസ്ഥാന തൊഴിലാളികൾ എല്ലാവരും തന്നെ ബംഗാളികളാണ്, ബംഗ്ലാദേശുകാരാണ് എന്ന് ചിത്രീകരിച്ചുകൊണ്ട്, ബംഗാളി സംസാരിക്കുന്നവർ പ്രത്യേകിച്ചും ബംഗ്ലാദേശികളെ ചിത്രീകരിച്ചുകൊണ്ട് അവർക്കെതിരെ അക്രമവാസന പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ചൊരു സംഘടനയുണ്ട്. ഞാൻ താഴെ കൊടുക്കുന്നത്, അതിൻ്റെ പേര് കാസ എന്നാണ്. ഇന്നലെ 14 മണിക്കൂർ മുമ്പുള്ളൊരു പോസ്റ്റാണ് ഞാനിപ്പോൾ സ്ക്രീൻഷോട്ടായിട്ട് ഇട്ടിട്ടുള്ളൂ. അതിൽ പോലും ബംഗ്ലാദേശിനെതിരായിട്ടുള്ള വികാരം പ്രകടിപ്പിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ കാസയുടെ പേജ് സെർച്ച് ചെയ്യുമ്പോൾ 100 കണക്കിന് പോസ്റ്റുകളാണ് ബംഗ്ലാദേശിനെതിരായിട്ട്, ബംഗാളികൾക്കെതിരായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം കേരളത്തിൽ മലയാളികൾ മാത്രം കാണുന്ന കാസയുടെ പേജിൽ എന്തിനാണ് ഇങ്ങനെ ആസാമിലും ബംഗാളിലുമല്ലേ അവരെ കൂടുതലും നുഴഞ്ഞു കയറിയിട്ടുള്ളത്? കേരളത്തിൽ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇത്രയധികം വികാരം ഉണ്ടാക്കിയതിൻ്റെ പരിണിത ഫലമാണ് ഇതുപോലുള്ള തല്ലിക്കൊല്ലലുകൾ. എന്നാൽ കാസക്കെതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു വികാരം, ആരെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ന്യൂനപക്ഷ വർഗീയത, ഭൂരിപക്ഷ വർഗീയത എന്ന് നാഴിക 40 തൊട്ട് ആൾക്കാർ പറയുന്നതല്ലാതെ കാസയുടെ കാളകൂട വിഷത്തിനെതിരെ കഴിഞ്ഞ ഒരു 5-6 മാസമായിട്ട് ഒരാൾ പോലും ഒരു അക്ഷരം പറഞ്ഞാലും കേട്ടില്ല. ഒരേ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, അത് ഹൈബീഡൻ MP ആണ്. മറ്റൊരാളും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ കാസ ചെയ്യുന്ന ഈ വിഷം തുപ്പലുകൾക്കെതിരെ നടപടിയെടുക്കാൻ ആരും തയ്യാറല്ല. ഇങ്ങനെ ഈ കേരളത്തിലെ സമൂഹത്തെ ഇത്രയും അധപ്പതിച്ച തല്ലിക്കൊല്ലുന്ന സമൂഹമായി മാറ്റുന്നതിൽ കാസ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അവർക്കൊരു അവാർഡ് കൊടുക്കേണ്ടത് തന്നെയാണ്. കാരണം ശരിക്കും പറഞ്ഞാൽ എപ്പോഴും നമ്മൾ പറയാറുണ്ട്, നമ്മൾ വലിയ പുരോഗതിയാണ്, ഉത്തരേന്ത്യയെ നോക്കൂ, ഉത്തരേന്ത്യ പിന്നോട്ടാണ്, ഞങ്ങൾ വലിയ പുരോഗതിയാണ്, എല്ലാവരും നമ്പർ 1 ആണെന്നൊക്കെ പറയുന്നത്. ആ നമ്പർ 1 ഗൾഫ് രാജ്യങ്ങളിൽ പ്രവാസികൾ പോയിട്ട് ഷവർമയുടെ ചൂടും തീയും മരുഭൂമിയുടെ കാറ്റും കൊണ്ടിട്ടും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് പോയിട്ട് സമ്പാദിച്ച് അയച്ച പൈസയും കൊണ്ട് മാത്രം ഉണ്ടായതാണ്. അതങ്ങനെ അല്ലെങ്കിൽ ഷോല എന്ന സിനിമയുടെ അന്നത്തെ ലൊക്കേഷനും ഇന്നത്തെ ലൊക്കേഷനും ധർമ്മേന്ദ്ര മരിച്ച സമയത്ത് കാണിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് പേര്, യൂട്യൂബർമാർ. ആ സമയത്ത് ഞങ്ങൾ നോക്കിയപ്പോൾ ഏതോ ഒരു മരുഭൂമി കാടായി കിടന്ന സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ ടൗണായിരിക്കുന്നു, വലിയ വലിയ റോഡുകൾ വന്നിരിക്കുന്നു. കേരളത്തിൽ അതേ സമയത്തുള്ള സിനിമകൾ അന്നും ഇന്നും നോക്കിയാൽ വലിയ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം നമ്മളെപ്പോഴും ഉത്തരേന്ത്യക്കാരെ പോയി നോക്കിയാൽ ഇവിടെ കക്കൂസുണ്ട്, അവിടെ അതില്ല, ഇവിടെ വലിയ വീടുകളുണ്ട്, അവിടെ അതില്ല എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഉണ്ടായത് പ്രവാസികളെ കഷ്ടപ്പാട് കൊണ്ടും വിയർപ്പ് കൊണ്ടും മാത്രമാണ്. അല്ലാണ്ട് ഭരണം കൊണ്ടുണ്ടാകുന്ന വലിയ പുരോഗതിയൊന്നും കാണാൻ കഴിയുന്നില്ല. ഇപ്പോൾ പുരോഗതി ഉണ്ടാകുന്നുണ്ട്. എന്താണ്? ഉത്തരേന്ത്യയെ പോലെ തല്ലിക്കൊല്ലാനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരായിട്ട് പറയാനും, ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും എഴുതുകയോ പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വികാരം വ്രണപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് കേസെടുക്കാനും, അങ്ങനെയുള്ള കുറേ പുരോഗതികൾ ഉത്തരേന്ത്യയെ പോലെ തന്നെ നമ്മൾ ഉണ്ടാക്കി വരുന്നുണ്ടെന്നല്ല, അല്ലാതെ മറ്റു വലിയ പുരോഗതി ഉണ്ടായതായിട്ടും അറിയില്ല. ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഒരു പ്രത്യേക സമുദായത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് കാളകൂട വിഷം ഇങ്ങനെ ഛർദ്ദിക്കുന്ന കാസ എന്ന സംഘടനയ്ക്കെതിരെ ഒരാളൊരു അക്ഷരം ഉണ്ടാറില്ല. അപ്പോഴൊന്നും ആരുടെയും വികാരം വ്രണപ്പെട്ടതായി നമ്മൾ കണ്ടുമില്ല. അങ്ങനെ വികാരം വ്രണപ്പെട്ടതായിട്ട് ഒരു നേതാക്കന്മാർക്കും തോന്നിയിട്ടുമില്ല. ഏതായാലും ഇങ്ങനെയുള്ള സംഭവങ്ങളും കേരളത്തിൽ ആരംഭിച്ചിരിക്കുന്നു. അപ്പം ഇനി നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ഏതായാലും ഇതുപോലുള്ള വിഷങ്ങൾ തുപ്പുന്ന പേജുകൾക്കെതിരെ സർക്കാർ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ പുരോഗതിയിൽ വലിയ പങ്ക് വഹിച്ച, നിർമ്മാണ മേഖലയിൽ പങ്കുവഹിച്ച അന്യസംസ്ഥാന തൊഴിലാളികളെ ഭയപ്പെടുത്തി ഓടിക്കുന്ന തരത്തിലേക്ക് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടു ചെല്ലാതിരിക്കട്ടെ. ഇപ്പോൾ ഒരു പണിക്ക് വിളിച്ചാൽ പോലും അന്യസംസ്ഥാന തൊഴിലാളികളല്ലാണ്ട് ആരും കിട്ടുന്നൊന്നുമില്ല. അതുകൊണ്ട് കേരളത്തെ പിന്നോട്ട് നയിക്കാതിരിക്കാൻ, കേരളത്തിൻ്റെ പുരോഗതി തടസ്സപ്പെടുത്താതിരിക്കാൻ, അവർക്ക് സംരക്ഷണം നൽകാൻ, അവർക്ക് കുറ്റം ചെയ്തതിനു ശേഷം ശിക്ഷിക്കുകയല്ല വേണ്ടത്. അങ്ങനൊരു കൾച്ചർ, അങ്ങനൊരു സംഭവം, അങ്ങനെയൊരു രീതി കേരളത്തിൽ ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതലാണ് നമുക്കുണ്ടാവേണ്ടത്. അവർക്കെതിരായിട്ട് പോഷകം നടത്തുന്നവർക്കും അവർക്കെതിരായി പ്രചരിക്കുന്നവർക്കും എതിരായിട്ടുള്ള നടപടി കൂടി സർക്കാർ എടുക്കേണ്ടതുണ്ട്. ഗുഡ് ബൈ.